മഴതോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ബാലേന്ദ്രനാണെങ്കിൽ അലീനയോട് പറയുന്നുണ്ട്, നീ അവളെ നിർബന്ധിക്കണം, അവളോട് മൊഴി മാറ്റി പറയാൻ എന്ന് പറയണം. അപ്പോൾ അലീന പറയണേ, ഞാൻ അങ്ങനൊന്നും പറയത്തില്ല അച്ഛാ. ഞാൻ ഇത്രയും നാൾ അവളോട് കാണിച്ച സ്നേഹവും അടുപ്പമൊക്കെ ഒരു കള്ളത്തരമാണെന്ന് അവൾക്ക് തോന്നത്തില്ലേ? ഞാൻ രോഹിത്തിൻ്റെ വെറും ഏജൻറ്റായി മാത്രം മാറും എന്ന് പറയാണ്. നീ കൂട്ട് നിൽക്കുന്നത് നിൻ്റെ സഹോദരനെ ചതിക്കാനാണ്. നീ കൂട്ട് നിൽക്കുന്നത് നിനക്ക് ഓർമ്മ വേണം എന്ന് അലീനയോട് ബാലേന്ദ്രൻ പറയണം. അപ്പം അലീന പറയാണ്, അച്ഛൻ അത് പറയാതെ തന്നെ അറിയാം അവൻ എൻ്റെ സഹോദരനാണെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. നാളെ ഞാൻ അവളുടെ വീട്ടിൽ പോവുകയും ചെയ്യാം. നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ ജീവിതം നശിച്ചു പോകുന്ന ഒരു പയ്യൻ്റെ ജീവിതം നീ നശിപ്പിക്കലെന്ന് പറയാം. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ അലീന അവിടെ നിന്ന് അങ്ങ് പോവാണ്. ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീന നാളെ പോയി സംസാരിച്ചിട്ട് അത് നടക്കോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് വേണം നീ അടുത്ത കാര്യം ചെയ്യാൻ എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അലീന പിറ്റേ ദിവസം തന്നെ അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പം തന്നെ എല്ലാവർക്കും അലീന എന്നതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ശരണയുടെ അച്ഛൻ പറയുന്നുണ്ട്, കുട്ടി ഇവിടെ വരുന്നതും ഈ വീട്ടിലേക്ക് വന്ന് അവളെ കാണുന്നതും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല എന്ന് പറയാണ്. അപ്പം അലീന ചോദിക്കുകയാണ്, ഇത്രയും ദിവസം ഞാൻ ഇവിടെ വന്നായിരുന്നല്ലോ, എന്നിട്ട് ഞാൻ കാരണം എന്തെങ്കിലും ദ്രോഹമുണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശരണയുടെ അച്ഛൻ പറയുകയാണ്, ഇവിടെ വരുന്നത് ഞങ്ങളുടെ സമുദായത്തിനോ അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കുന്ന പാർട്ടിക്കാർക്കോ ആർക്കും ഇഷ്ടമല്ല. പിന്നെ കുട്ടി ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇനി കുട്ടി ഇവിടെ വരില്ലേ, ശരണ്യെ കാണുകയും ചെയ്യില്ലെന്ന് പറയണം. അലീന പറയാണ്, ഞാൻ ഇവിടെ വന്നതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചോ? കേസിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. ഞാനിവിടെ വന്നത് ശരണ്യെ കാണാനും ശരണ്യെ ആശ്വസിപ്പിക്കാനും എന്ന് പറയുകയാണ്. അപ്പോൾ ശരണയുടെ അച്ഛൻ പറയാണ്, ഇത്രയൊക്കെ ആശ്വസിപ്പിച്ചാൽ മതി. അവളിപ്പോൾ ഇന്നിച്ചു നടക്കുന്നു, എല്ലാവരോട്ടും സംസാരിക്കുന്നു, അത് മതി. അതിൽ കൂടുതൽ അവളെ കൂടുതൽ ആശ്വസിപ്പിക്കാൻ കുട്ടി ഇനി ഇങ്ങോട്ട് വരല്ലേ എന്ന് പറയാണ്. അപ്പം അലീനയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അന്ന് ശരണി എന്നോട് പറഞ്ഞ കാര്യം ആരും അറിഞ്ഞെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അപ്പം അലീന പറയാണ്, എന്തായാലും ഞാൻ ഇവിടം വരെ വന്നതിലേ ഒരു വട്ടം കൂടെ ശരണ്യെ കണ്ട് സംസാരിച്ചിട്ട് പോകാം എന്ന് പറയാണ്. അപ്പോൾ ശരണയുടെ അച്ഛൻ പറയാണ്, വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇനി എൻ്റെ കുഞ്ഞിനെ കാണാനോ സംസാരിക്കാനോ അടുപ്പം കൂടാനോ വരണ്ട. നിങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും വീട്ടിലെ ജോലിക്കാരിയല്ലേ, എന്തായാലും കൂറ് നിങ്ങൾക്ക് ആ വീട്ടിനോട് തന്നെ ആയിരിക്കും എന്ന് പറയാണ്. അലീന പറയാണ്, ഇത്ര ദിവസം ഞാനിവിടെ വന്ന് ശരണ്യോട് സംസാരിച്ചപ്പോഴൊന്നും നിങ്ങൾക്ക് അത് തോന്നിയില്ലല്ലോ, ഇപ്പം എന്താ പെട്ടെന്ന് മാറ്റമുണ്ടായതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയാണ്, എന്നോട് കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ, അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരില്ലെന്ന് പറയാണ്. പക്ഷേ അലീന പറയാണ്, ഞാൻ ഒരു വട്ടം കണ്ടോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേണ്ടാന്നല്ലേ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ശരണ്യ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അലീന കുറേ വട്ടം പറഞ്ഞപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, ഇന്നത്തേക്ക് വന്നതല്ലേ, അത് അവളെ ഒന്ന് കണ്ടിട്ട് പോകട്ടെ, ഇനി വരത്തില്ല ആ കുട്ടി എന്ന് പറയാണ്. അപ്പം അലീന പറയുന്നത്, ശരി, ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തില്ല ശരണ്യെ കാണാൻ, എന്തായാലും ഇന്ന് വന്നതല്ലേ, ഒന്ന് കണ്ടിട്ട് പോകട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശരണ്യ അച്ഛൻ അവസാനം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ശരണ്യെ കയറി കാണുന്നുണ്ട്, ശരണ്യയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി, ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞ കാര്യം ഓമനക്കുട്ടൻ ഇവിടെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെല്ലാവരും എന്നോട് ഞാൻ ചേച്ചിയോട് എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു വഴക്ക് പറഞ്ഞ് പലരും വന്ന്, പല നേതാക്കളും പലരും സംഘടനകളും ഒക്കെ വന്ന് അവരെല്ലാം ചോദിക്കുന്നത് എന്തിനാ ചേച്ചിയെടുത്ത് അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല. എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയത്തില്ല മോളെ, പിന്നെ നിൻ്റെ മനസാക്ഷിക്ക് ഏതാണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രം ചെയ്യുക. നിൻ്റെ ജീവിതം കുറേ ചെറുപ്പക്കാർ കാരണം നശിച്ചു പോയി, അത് കാരണം അതുപോലെ നീ കാരണം മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിച്ചു പോകല്, അത്ര മാത്രമേ ചേച്ചിക്ക് പറയാനുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നിൻ്റെ തീരുമാനം. നമ്മൾ കാരണം ആർക്കും ഒരു സങ്കടവും ദുഃഖവും ഉണ്ടാവല്ലേ. മറ്റുള്ളവർ കാരണം നമുക്ക് ഉണ്ടാകുന്ന സങ്കടവും ദുഃഖവും നമുക്ക് മനസ്സിലായതാണ്. അതുപോലെ തന്നെ നമ്മൾ കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആരും ആപത്തിൽപ്പെടല്ലേ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ശരണ്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അലീന പോവുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ബാലേന്ദ്രൻ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുമ്പം ബാലേന്ദ്രനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞ ശരണ്യെന്ന് ചോദിക്കുകയാണ്. അച്ഛാ, പഴയ പോലെയുള്ള കാര്യം, ഞാൻ ഇന്നലെ എന്നോട് ശരണ്യ പറഞ്ഞ കാര്യം തന്നെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ അങ്ങോട്ട് കയറല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ അവരുടെ കൈയും കാലും പിടിച്ചാണ് ആ കുട്ടിയൊന്ന് കണ്ടത്. അപ്പോഴാണ് ശരണ്യ പറഞ്ഞത്, എന്നോട് സത്യം പറഞ്ഞെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല, ആരും എന്നെ കയറ്റത്തുമില്ല. ഞാൻ അവരെ സ്വാധീനിക്കാൻ ചെല്ലുമെന്നാണ് അവരുടെ പക്ഷമെന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഇതെല്ലാവരും കൂടെ ഒത്തുചേർന്നുള്ള കളിയാണ്. ഞാൻ ഒന്നുമില്ലെങ്കിലും അവൻ്റെ അച്ഛനല്ലേ, സത്യം മനസ്സിലാക്കിയിട്ട് ഞാൻ കൈയും കെട്ടിയിരിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യണം. എൻ്റെ മോനെ എങ്ങനെയായാലും രക്ഷിച്ചെടുക്കണം. അടുത്ത കേസ് കോടതിയിലെത്തുമ്പോൾ അവന് ജാമ്യം കിട്ടണം, അവനെ പുറത്തിറക്കണം എന്ന് ബാലേന്ദ്രൻ അലീനയുടെ അടുത്ത് പറയാണ്. അപ്പം
അലീന പറയാണ്, അവളോട് എനിക്ക് നേരിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അച്ഛാ. ഇപ്പം തന്നെ ഞാൻ അവിടെ ചെന്നതിൽ അവർക്ക് സംശയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും കൂടെ ആയതുകൊണ്ട് ഇനി അവരെന്നെ അവിടെ കേട്ടത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞ നമുക്ക് മറ്റു വഴി നോക്കാം എന്ന് പറയാണ്. പിന്നെ ബാലേന്ദ്രൻ്റെ ആയ വഴി നോക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ കോട്ടയം ഡിവൈഎസ്പിയോട് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോൻ നിരപരാധിയാണ്, അവരെല്ലാവരും കൂടെ ചേർന്ന് അതിനെ കുടുക്കിയതാണ്. ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുന്നത്. അത് സാറിനറിയാലോ, അവളാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കാനും സ്വാതന്ത്ര്യം കൊടുക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അവളും ആ ശരണ്യ എന്ന് പറയുന്ന കുട്ടിയെ കാണാൻ പോയി. അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ അടുത്ത് സംസാരിച്ചു. അപ്പോഴാണ് അറിയാൻ പറ്റിയത് രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പോലീസുകാരും എല്ലാവരും കൂടെ ചേർന്ന് കുരുക്കിയതാണെന്ന്. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കുട്ടി മൊഴി മാറ്റി പറഞ്ഞാലേ അവൻ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആ ഡിവൈഎസ്പിക്ക് ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. പോലീസിനെ വിളിച്ച് അന്വേഷണ ചുമതലയുള്ള പോലീസിനെ വിളിച്ച് കാര്യം അന്വേഷിക്കുമ്പം മനസ്സിലാവുന്നുണ്ട് രോഹിത് കുറ്റക്കാരനല്ല. അപ്പം അയാൾ ചോദിക്കുന്നുണ്ട്, ഒരു നിരപരാധിയായ ഒരു പയ്യൻ്റെ ജീവിതം തകർക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നി? ആ പയ്യൻ കുറ്റക്കാരനല്ല എന്ന് ശരണ്യ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യത്തിനാണ് അവനെ കുറ്റക്കാരനാക്കണമെന്ന് ഇത്ര നിർബന്ധം എന്താണെന്ന് പണിക്കരുടെ അടുത്തൊക്കെ ചോദിച്ച് പണിക്കരെയൊക്കെ വരട്ടുന്നുണ്ട് പോലീസ്. അവസാനം ഡിവൈഎസ്പിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാവുന്നുണ്ട്. അങ്ങനെ കേസ് കോടതിയിലെത്തുന്നുണ്ട്. ശരണ്യയും കോടതിയിൽ വരുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ വെച്ച് വിചാരണ നടക്കുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, രോഹിത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ശരണ്യ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ലീനി ഞെട്ടുന്നുണ്ട്. അങ്ങനെ രോഹിത്തിന് ജാമ്യം കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും ജാമ്യം കിട്ടുന്നില്ല, രോഹിത്തിന് മാത്രം ജാമ്യം കിട്ടുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ രോഹിത്തിനെയും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിറങ്ങുന്ന രോഹിത്തിനാണെങ്കിൽ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. രോഹിത്തിന് ഒരു പൊടി നടക്കാൻ വയ്യ, ആ രീതിയിൽ അടിച്ച് ചതച്ച് വെച്ചേക്കുവാണ് പോലീസ്. രോഹിത്താണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ ഡോറ് തുറന്നിറങ്ങിയിട്ട് പതുക്കെ പിച്ച വെച്ച് നടക്കുകയാണ്. ബാലേന്ദ്രൻ ഇതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ കൊല്ലപ്പള്ളിയിലാണെങ്കിൽ രാത്രി വൈകിയാണ് മനു വരുന്നുണ്ട്. മനുവിനെ കാത്ത് അതുപോലെ ശിവശങ്കരനും അതുപോലെ കമലയും കാത്തിരിക്കുകയാണ്. അപ്പോൾ മനു വിഷമത്തോടെ വന്നിരിക്കുമ്പോൾ ചോദിക്കുന്നത്, എന്താ കാര്യം പറയടാ എന്ന് ചോദിക്കുകയാണ്. അത് ഹരിക്കൊന്നും ജാമ്യം കിട്ടിയില്ല അമ്മേ. കിട്ടിയില്ലയോ? രോഹിത്തിന് മാത്രം ജാമ്യം കിട്ടിയുള്ളൂ, അവൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നൽ കോടതിക്കുണ്ട്. അതുകൊണ്ട് അവന് മാത്രം ജാമ്യം കിട്ടി. ഹരിക്കും ബാക്കി 2 പേർക്കും വീണ്ടും റിമാൻഡിലാക്കിയിരിക്കുകയാണെന്ന് മനു പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലെങ്കിൽ ശിവന് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. എന്നിട്ട് കമല പറയാണ്, കണ്ടോ അലീന പോയി അവളെ മനസ്സ് മാറ്റിച്ച് കോടതി വരെ എത്തിച്ച് രോഹിത്തിനെതിരെ മൊഴി കൊടുത്ത് രോഹിത്തിനെ പുറത്തിറക്കി. കണ്ടോ, അവളാണെങ്കിൽ ഹരിയോട് ചതി ചെയ്യണ്ടായിരുന്നു, എൻ്റെ ഹരിയെ കൊണ്ടുപോയി ഈ ഗതിയിലാക്കിയത് ആ രോഹിത്താണ്. എന്നിട്ട് എൻ്റെ മോൻ മാത്രം ജയിലിലായെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരച്ചിലും ബഹളമൊക്കെയാണ്. ഈ സമയത്താണെങ്കിൽ നെടുമ്പുരയ്ക്കലാണെങ്കിൽ രോഹിത്താണെങ്കിൽ നേരെ വന്ന് മുറിയിൽ കയറി കതകടച്ചിരിക്കുകയാണ്. അപ്പം ഇത് വന്നതറിഞ്ഞ് നമ്മുടെ ഭവിതയാണെങ്കിൽ ഓടി വന്ന് ഡോറിൽ തട്ടുവാണ്, രോഹിയേട്ടാന്ന്. അപ്പം രോഹിത്താണെങ്കിൽ ഡോറ് തുറക്കുന്നുണ്ട്. ഡോറ് തുറന്നിട്ട് പറയുകയാണ്, എന്നെ എപ്പോഴും ഇങ്ങനെ വന്ന് ശല്യം ചെയ്യൽ, എന്നെ വന്ന് ഇവിടെ ആരും വിളിക്കൽ, എനിക്ക് ആരും കാണുകയും വേണ്ട വിളിക്കുകയും ചെയ്യണ്ട, എനിക്ക് ആരെയും കാണാൻ വേണ്ട എന്നും പറഞ്ഞ രോഹിത്ത് ഡോറ് പിടിച്ചടയ്ക്കുകയാണ്. അങ്ങനെ ഭവതിയെയും റൂമിൽ നിന്ന് പുറത്താക്കിയാണ്. കൃഷ്ണമോളാണെങ്കിൽ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ രോഹിത്ത് ജാമ്യത്തിൽ ഇറങ്ങിയ വിവരറിഞ്ഞ് ഓടി വരികയാണ് കാണാൻ വേണ്ടി. ഓടി സന്തോഷത്തോടെ കയറി വരുന്നുണ്ട്. അപ്പം രോഹിത്താണെങ്കിൽ കൃഷ്ണമോളെയും കാണാൻ തയ്യാറാവുന്നില്ല. അതിനുശേഷം അലീനയാണെങ്കിൽ ആഹാരം കൊണ്ടുവന്ന് ഡോറിൽ തട്ടുകയാണ്. എന്നിട്ട് ഡോറ് തുറക്കുന്ന രോഹിത്തിനോട് ഒന്നും മിണ്ടാതെ അലീന നേരെ ആഹാരം കൊണ്ടുവന്ന് അവിടെ വെക്കുകയാണ്. അപ്പം എന്നിട്ട് തിരിച്ചിറങ്ങി പോരുകയാണ് അലീന. അപ്പോഴത്തേക്ക് രോഹിത്ത് ആഹാരം എല്ലാം തട്ടിക്കളഞ്ഞിട്ട് പറയാണ്, എനിക്ക് ആഹാരവും വേണ്ട ഒന്നും വേണ്ട, എന്നെ ആരും ശല്യം ചെയ്യാതെ ഇങ്ങോട്ട് വരല് എന്ന് പറയാണ്. ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് രോഹിത്തിൻ്റെ മാനസിക നില നന്നായിട്ട് തെറ്റ് ചെയ്യാതെ ജയിലിൽ കിടന്നുള്ള ഒരു തോന്നലും പിന്നെ ഈ തെറ്റിനെല്ലാം അവന്മാർക്ക് കൂട്ടുനിന്നെന്നുള്ള ഒരു തോന്നലും കൊണ്ട് ആകപ്പാടെ മാനസികമായി തകർന്നിരിക്കുകയാണ് രോഹിത്ത്. എന്തായാലും രോഹിത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ്.